ശബരിയെ നിർത്തിയത് പോർട്ട് മുതലാളി. മറ്റന്നാൾ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ അവസാന നിമിഷം നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു സുപ്രധാനമായ കാര്യം തലസ്ഥാനത്ത് അരങ്ങേറിയ ആ അട്ടിമറിയെ കുറിച്ചാണ്. ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി പ്രചരണം ആരംഭിച്ചത് വളരെയേറെ മാധ്യമശ്രദ്ധ ആകർഷിക്കുകയും തുടക്കത്തിൽ കോൺഗ്രസിന് അതൊരു അനുകൂല തരംഗമുണ്ടാക്കുകയും ചെയ്തു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മുൻ MLA ആയ ഈ ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയാക്കി മുന്നിൽ നിർത്തി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നത് മറ്റാരുമല്ല, അത് പോർട്ട് മുതലാളിയാണെന്ന് യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. വിശ്വാസം വരുന്നില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാന നിവാസികൾ ഓർമ്മയുണ്ടാവും, TVM എന്ന പേരിൽ ഇവിടുത്തെ വ്യവസായ പ്രമുഖരെയൊക്കെ മുന്നിൽ നിർത്തി വിജയരാഘവൻ സാറിനെ അടക്കം ഉൾപ്പെടുത്തി തിരുവനന്തപുരം വികസന മുന്നേറ്റം എന്ന പേരിൽ ഒരു പുതിയ സംഘടനയുണ്ടാക്കി പ്രമുഖരായ സ്ഥാനാർത്ഥികളെയൊക്കെ ഇറക്കി ഓപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കുവാൻ ഒരു ശ്രമം നടത്തുകയുണ്ടായി. മുഖ്യമായും ഹൈലൈറ്റ് ചെയ്തത് ഈ പോർട്ടായിരുന്നു. പോർട്ടുമായി വരുന്ന വികസനവും ഒക്കെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടായിരുന്നു അവർ അന്ന് ആ പ്രചരണം നടത്തിയത്. പക്ഷെ പോർട്ട് മുതലാളിയുടെ കോടികൾ ഇതിന്റെ മുന്നിൽ നിന്ന ചില തീവെട്ടികൾ വെട്ടി അത് ഉദ്ദേശിച്ചതുപോലെ ആ ക്യാമ്പയിനുകളൊന്നും ഫലം കണ്ടില്ല. അവരുടെ ഒരു സ്ഥാനാർത്ഥിയെ പോലും വിജയിപ്പിക്കുവാൻ ഇവർക്ക് സാധിക്കുകയോ, എന്നാൽ തിരഞ്ഞെടുപ്പിൽ അത് ഇടതുപക്ഷത്തിന് അനുകൂലമാക്കിയെടുക്കുവാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇത്തവണ അതിന് വിപരീതമായി ഒരു പുതിയ തന്ത്രമാണ് പോർട്ട് മുതലാളി പരീക്ഷിക്കുന്നത്. ഒരു പുതിയ രാഷ്ട്രീയ സംവിധാനം ഉണ്ടാക്കുന്നതിനേക്കാൾ പുതിയ ഒരു സംവിധാനം ഉണ്ടാക്കി വിജയം ഇവിടെ കൈവരിക്കുവാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കി ഇത്തവണ ശബരിയെ മുന്നിൽ നിർത്തി കോൺഗ്രസിനെ കൊണ്ട് ഭരണം പിടിച്ചെടുപ്പിച്ചാൽ അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. തലസ്ഥാന നഗരിയുമായി ബന്ധപ്പെട്ട് വലിയ റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വമ്പൻ പദ്ധതികൾ ഇവരുടെ ആസൂത്രണത്തിലുണ്ട്. അന്നേരം അതുമായി ബന്ധപ്പെട്ട് ഇവരുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു പാർട്ടി വരണം, ഒരു സംവിധാനം വരണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ശബരിയെ മുന്നിൽ നിർത്തി ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ നടത്തുന്നത്. തെണ്ടി കുത്തുവാള എടുത്തിരുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചോളം വലിയ ഫണ്ടാണ് ഈ പോർട്ട് മുതലാളിയിൽ നിന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി കിട്ടിയിരിക്കുന്നത്. അത് തിരുവനന്തപുരത്തേക്ക് മാത്രമല്ല, മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ഉപയോഗിക്കുവാൻ വേണ്ടി ഇവന്മാർ ഉപയോഗിക്കുന്ന ആ ഫണ്ട് അതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ശബരിയുടെ ഭാര്യ ആരാണെന്നും അവരുടെ ഇപ്പോഴത്തെ പദവി എന്താണെന്നും നമ്മൾ മനസ്സിലാക്കുമ്പോൾ, കൂട്ടി വായിക്കുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ പഴയ കിങ്ങിണി രാഹുലിനെ വേട്ടയാടിയത് ആരും മറന്നു പോകരുത്. ഈ കിങ്ങിണിക്കുട്ടനെ കുറിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ പറഞ്ഞത് നമ്മൾ ആരും മറന്നിട്ടില്ല. ഇയാളുടെ കയ്യിലിരിപ്പ്, അതുപോലെ തന്നെ പത്തനംതിട്ടക്കാരിയായ ഒരു താത്തയെ പ്രശ്നം ഒതുക്കുവാൻ വേണ്ടി എന്തുകൊണ്ടാണ് KPCCയിൽ നിന്ന് 5 ലക്ഷം രൂപ ചെക്കായിട്ട് ഫണ്ട് കൊടുത്തതെന്ന് പോലും ഇപ്പോൾ KPCC അധ്യക്ഷന്മാർക്ക് പോലും ഒരു മറുപടിയില്ല. അപ്രകാരം ഒരു കളങ്കിതനായ, തൃശ്ശൂരിൽ നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങി ജനങ്ങൾ ഓടിച്ച, ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ഒരു മികവുണ്ടാക്കിയാൽ വട്ടിയൂർക്കാവ് നിൽക്കാമെന്നും വട്ടിയൂർക്കാവിൽ നിന്ന് ജയിച്ചാൽ പതുക്കെ മുഖ്യമന്ത്രിയാകാമെന്നും ഒക്കെയുള്ള ഒരു ചെറിയ മോഹവുമായി നിൽക്കുന്ന ഈ കപടനെ നിങ്ങൾക്ക് വീണ്ടും അടുത്ത അടി കൊടുക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ്. രാഹുലിനെതിരെ ഈ വലിയ വാചകം അടിച്ചു വന്ന് ഇവനെ തീർക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല മികച്ച അവസരമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് മനസ്സിലാക്കണം. K മുരളീധരൻ എന്ന ഈ കിങ്ങിണിക്കുട്ടനെ, ആ പഴയ ഞരമ്പനെ രാഷ്ട്രീയ വനവാസത്തിന് അയക്കാൻ പറ്റാവുന്ന ഏറ്റവും മികച്ച അവസരമാണ്. രാഹുലിനെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ച ഇവനെ രാഷ്ട്രീയത്തിൽ തന്നെ ഇല്ലാതാക്കുവാൻ പറ്റിയ മികച്ചൊരു അവസരമാണ് ജനങ്ങൾക്ക് കൈവന്നിരിക്കുന്നത്. തലസ്ഥാന നിവാസികൾ അത് ഉപയോഗിക്കുമെന്ന് കരുതുന്നു. ഈ നാടകങ്ങളെല്ലാം നടത്തുന്നത് ഈ പോർട്ട് മുതലാളിയുടെ പണം കൊണ്ടും പോർട്ട് മുതലാളിയുടെ ആവശ്യപ്രകാരമാണ്. ഇപ്രകാരം ശബരിയെ നേർച്ചക്കോഴിയാക്കി ഇറക്കിയേക്കുന്നുമുള്ള ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ആ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ ഭരണം പിടിച്ചെടുത്ത്
പോർട്ട് മുതലാളിയുടെയും സംഘത്തിന്റെയും ആ റിയൽ എസ്റ്റേറ്റ് സ്വപ്നങ്ങൾക്ക് ചിറക് വെച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആ ടാസ്ക് ഏറ്റെടുത്താണ് കോൺഗ്രസുകാർ പോർട്ട് മുതലാളിയുടെ പണം മേടിച്ച് ഇപ്രകാരം ശബരിയെ മുന്നിൽ നിർത്തി ഇത്തവണ ഒരു നാടകത്തിന് ഇറങ്ങിയിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. വോട്ട് ചെയ്യുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം മനസ്സിൽ വെക്കുകയും വേണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.